നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ പുണർതം കാല് പൂയം മാലിന്യം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ കർക്കിടകക്കൂറുകാർക്ക് 14-ാം തീയതി വരെ സൂര്യൻ 10-ലാണ് നിൽക്കുന്നത്. 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ലേക്ക് വരും. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും കർക്കിടകക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് എല്ലായിടവും വിജയം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരിക. പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അരിഷ്ടതകളെല്ലാം മാറുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുന്ന കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുക, ശുഭകർമ്മഫലം. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ഫലമാണല്ലോ, നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതോ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക, സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല എങ്കിൽ പോലും നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ചയുണ്ടാവും, യാതൊരു സംശയമില്ല. അതായത് 11-ൽ നിൽക്കുന്ന സൂര്യൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാധി വിനാശം ഉണ്ടാവുക, നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേന ദുരിതങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാലോ. എന്തായാലും ജന്മത്തിലാണ് ചൊവ്വ. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല ഫലമല്ല, ദേഹകാര്യഭംഗം. അതായത് ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട്, ഈ മോശഫലങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ, നാമങ്ങൾ ഇതൊക്കെ ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ സ്തോത്രങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും പൊതുവെ പറയുന്നത് തന്നെ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന മെയ് മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 7-ാം തീയതി വരെ 9-ലാണ്, അതിനുശേഷം 24-ാം തീയതി വരെ 10-ലേക്ക് വരും, 24-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരും. 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് 7-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ 10-ലേക്ക് വരുമ്പോൾ, അതായത് 7-ാം തീയതിക്കും 24-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 24-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 24-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, പലവിധ ധനലാഭം ഉണ്ടാവുക. അതായത് പലവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിൽ നിന്നും നമ്മളിലേക്ക് ധനം വന്നു ചേരുക, കുടുംബസുഖം അനുഭവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന കാലയളവ്. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലമാണ്. ഏത് കാര്യങ്ങൾക്ക് നിപുണത വന്നു ചേരുക, സാമർഥ്യം ഉണ്ടാവുക, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാനായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഫലമാണ്. അതുകൂടാതെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്.
ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക, ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് 11ലേക്ക് വരുമ്പോൾ, അതായത് 24-ാം തീയതിക്ക് ശേഷം. അപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ ഏതെങ്കിലും വിധേന അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യനും 10-ലും 11-ലുമായിട്ടാണ് സ്ഥിതി. ബുധനെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. വളരെ നല്ല രീതിയിൽ അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. ഈ വരുന്ന മെയ് മാസത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം വ്യാഴമാറ്റമുണ്ട്. മെയ് 14-ാം തീയതി വരെ 11-ലാണ് വ്യാഴം. ഏറ്റവും നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതിക്ക് ശേഷം വ്യാഴമാറ്റം സംഭവിക്കുന്നത് 12-ലേക്കാണ്. 12-ലേക്ക് വ്യാഴം വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. എന്തായാലും 14-ാം തീയതി വരെ ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള നല്ല അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, 14-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ള വ്യാധികൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്, വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്നങ്ങോട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മറ്റൊന്നങ്ങോട്ട് തുടങ്ങുക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, അലച്ചിലുണ്ടാവുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇറങ്ങി പുറപ്പെടേണ്ടി വരിക. അപ്പോൾ വ്യാഴം 12-ൽ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർക്കിടകക്കൂറുകാർ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. പൊതുവെ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുക, നാരായണ എന്നാണ് നാമം ജപിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർക്ക് പോകാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും ക്ഷേത്ര ദർശനം സാധ്യമായി എന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മളുടെ ആ വാസസ്ഥലത്ത് നാമം ജപിക്കാം. നാരായണ എന്നുള്ള നാമം ജപിച്ചോളൂ. ഈ 12 നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. യാതൊരു സംശയമില്ല. മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നാമസങ്കീർത്തനം യസ്യാ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്തെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപ. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ. ശുക്രൻ 9-ൽ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, കുടുംബ സുഖം അനുഭവേദ്യമായിട്ട് വരിക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, ധർമ്മകാര്യസിദ്ധി ഉണ്ടാവുക. ഏത് കാര്യങ്ങൾ ചിന്തിച്ചാലും നല്ല ഫലമാണ്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വളരെ നല്ല ഫലമാണ് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. പക്ഷേ 9-ൽ തന്നെയാണ് ശനിയും. ശനി 9-ൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഫലവുമല്ല. ശനി എന്ന് പറഞ്ഞാൽ മന്ദനാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ ആ പദം കൊണ്ട് തന്നെ പതുക്കെ ആക്കി തീർക്കുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് തന്നെ. അപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ഭാഗ്യങ്ങളെ കുറയ്ക്കുന്ന, അതായത് വന്നു ചേരുന്നതിനെ ഒന്ന് തടസ്സപ്പെടുത്തുന്ന, പതുക്കെ ആക്കി തീർക്കുന്ന ഒരു ഫലത്തെയാണ് 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആഗ്രഹിച്ച് ഏറ്റവും അവസാനം വരെ കാത്തിരുന്നിട്ട് ലഭിക്കുക. അത് ലഭിക്കുമെങ്കിൽ പോലും അതിനൊരു മന്ദത വന്നു ചേരുക. ശനൈശ്വരായ നമഃ നാമം ജപിക്കുക. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപീഠദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.